ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. ഞാൻ പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. നമ്മൾ ആദ്യം കയറിയ ബസ് കക്കാടംപോയിൽ വരെ ഉള്ളൂ, അതിൻ്റെ മെയിൻ അങ്ങാടിയിൽ വരെ. പിന്നെ അവിടുന്ന് നമുക്ക് വേറൊരു ബസ്സിൽ വേണ്ടിയിരുന്നു പോരാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ഞങ്ങളുടെ കണ്ടക്ടർ പറഞ്ഞു ഇവിടെ നിന്നാൽ മതി, നമുക്കുള്ള ബസ് അവിടേക്ക് വരുന്നു. അങ്ങനെ ബസ് വന്ന് കയറി. ബസ് കയറിയിട്ടാണ് ഞങ്ങൾക്ക് 4 മണിയാകുമ്പോൾ ഉള്ള ചായ കുടിക്കാനുള്ള കടികളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞങ്ങൾ 2-3 ആളുകൾ പോയിട്ട് മിസ് ഞങ്ങളോട് മേടിച്ചാൽ പറഞ്ഞിട്ട് ഞങ്ങൾ മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ ബസ്സിലേക്ക് ഓടി കയറി. അപ്പോഴത്തേന് ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ ഒരു ഹെയർ പിൻ വളവ്, 2-3 ഹെയർ പിൻ വളവുകൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനുള്ളത്. അപ്പോൾ അതാണിത്. ഇങ്ങനെ വളഞ്ഞ് നല്ല ഭംഗിയുള്ളത് കാണാൻ, ബാക്കിലും മുന്നിലും ഇങ്ങനെ വളവ് അങ്ങോട്ട് നോക്കിയാലും വളവ്, ഇങ്ങോട്ട് തിരിഞ്ഞാലും വളവ്. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇതിലെനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടില്ല കേട്ടോ. ഞാൻ ഇരുന്നുണ്ടായിരുന്നു, പക്ഷേ ഒരപ്പച്ചൻ വന്നപ്പോൾ എൻ്റെ ബാഗ് എടുത്തിട്ട് വണ്ടിയിൽ വെച്ചിട്ട് അയാൾ അവിടെ ഇരുന്നു. ബാക്കി എല്ലാവർക്കും ഇരിക്കാൻ സീറ്റ് കിട്ടി. പിന്നെ ഇരിക്കണം എന്നുള്ള അത്ര ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ. നമ്മളാരും ഇതിന് മുമ്പ് നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടക്ടറോട് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുമായിരുന്നു ഇന്ന സ്ഥലത്തെത്തുമ്പം എത്തണം എന്നുള്ള എല്ലാ ഞങ്ങളുടെ ഡീറ്റെയിൽസും. ഞങ്ങൾ അഫോർഡായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്കേജിലാണ് പോയിട്ടുള്ളത്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ തരാം. ഞങ്ങൾ അവിടെ പോയി കണ്ടിട്ട് വേണം അതിനെക്കുറിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ സ്റ്റോപ്പ് നമ്മളതാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയിൽ നിൽക്കുകയാണ്, എപ്പോൾ എത്തും. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തി ഇറങ്ങി. ഇതൊക്കെ എൻ്റെ മിസ്സന്മാരാണ് മുന്നിൽ വരുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാ നമ്മൾ ഡെസ്റ്റിനേഷൻ പാരഡൈസ്. അങ്ങനെ അത് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് ഇതെല്ലാവരും ഞങ്ങൾ ഗ്യാങ്സ് ഫുള്ള് ഇതുണ്ട്. പിന്നെ ഒരു കുന്നിൻ്റെ മുകളിലാണത്, ആ കുന്ന് കയറുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും ടയേർഡായിട്ടുണ്ട്, എസ്പെഷ്യലി വിശന്നുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ബസ്സിൽ പോകുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഈ യാത്രയുടെ ത്രില്ലിൽ ആരും അങ്ങനെ കഴിച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല. ലഞ്ച് ഞങ്ങൾ പൊതിഞ്ഞു കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. ഫുഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ഒരു വീഡിയോയിൽ, എനിക്ക് ഓർമ്മയല്ല, പറഞ്ഞിട്ടുണ്ടാകും വിചാരിക്കുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. എല്ലാവരും ബാഗ് സഡൻ കൊണ്ടുവച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി അങ്ങേ തലന്ന് തുടങ്ങി ഇങ്ങേ തലത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഷോർട്സിൽ എത്ര ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ ഇവിടുത്തെ എല്ലാം ഈ ഒരു പ്രോപ്പർട്ടി മൊത്തത്തിൽ ഞാൻ കാണിക്കാം. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വേഗം പോയിട്ട് അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. കാരണം എല്ലാവരും ഇറങ്ങിയത് ഇതാവണതിന് മുമ്പേ ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ്. പിന്നെ എല്ലാവരും കൈ കഴുകിയൊക്കെ വന്ന് ഞങ്ങളിരുന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ എല്ലാവരും ഇരുന്നു, ഞങ്ങളും ജൂനിയേഴ്സും എല്ലാവരും ഉണ്ട്. ഇതിൽ കുറച്ച് ആളുകളൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ മിസ്സിങ് ആണ് ഞങ്ങൾക്ക്. പക്ഷേ എന്ത് ചെയ്യാനാ, നെക്സ്റ്റ് പ്ലാനിൽ എല്ലാവരും ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. എൻ്റെ ക്യാമറയുടെ ലെൻസിന് എന്തൊരു ക്ലാരിറ്റി കുറവ് വന്നാട്ടോ അവിടെ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഷഹനൻ്റെ ബിരിയാണി ടോപ്പ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ടൊക്കെ വാരി കഴിച്ചു. എല്ലാവരും പൊതിഞ്ഞാൽ കൊണ്ടുണ്ടാകുന്നത്, കാരണം ടിഫിൻ ബോക്സ് പിന്നെ നമ്മൾ കൊണ്ടുപോകണ്ടേ വിചാരിച്ചിട്ട്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അസ്സലാമു അലൈക്കും.